അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിലെ ഏറ്റവും മഹത്തായ ദിവസങ്ങളായി പരിഗണിക്കുന്ന അവസാന 10 രാവുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മപരിശോധനക്കും ആത്മവിശുദ്ധിക്കും ഏറ്റവും വലിയ അവസരമായിട്ടാണ് ഈ ദിവസങ്ങൾ നമ്മൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഇബാദത്തുകളും ദുആയും നിർവഹിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണത്തിനേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ അനുഗ്രഹീത നിമിഷങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹം. പക്ഷെ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ ശക്തമാകുന്നത് എങ്ങനെയാണ്? പരീക്ഷണങ്ങൾ വന്നാൽ ഒരു വിശ്വാസി എങ്ങനെ ഉറച്ചു നിൽക്കും? ഇതിനേറ്റവും വലിയ മറുപടി നമ്മൾ കാണുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ്. പ്രത്യേകിച്ച് മക്കയിലെ കാലഘട്ടത്തിൽ പ്രവാചകൻ നേരിട്ട പരീക്ഷണങ്ങളും പീഡനങ്ങളും നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ ഇവിടെ പറയാൻ പോകുന്നത് പരീക്ഷണങ്ങളിൽ തളരാതെ നിന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകളെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും മക്കയിലെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് കഴിയാത്തതല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ പദ്ധതി അതായിരുന്നു. ആ പ്രയാസങ്ങളിലൂടെ സത്യവിശ്വാസികളുടെ ഈമാൻ അത് കൂടുതൽ ശക്തവും തിളക്കമുള്ളതുമായി തീരുക എന്നത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ദൈവിക മാർഗത്തിൽ നടക്കുമ്പോൾ ശാരീരികവും മാനസികവുമായ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് അവിടെയെല്ലാം അള്ളാഹുവിൽ സർവ്വതും അർപ്പിച്ചുകൊണ്ട് ക്ഷമ എന്ന ആയുധം മുറുകെ പിടിക്കാൻ പിന്നീട് വരുന്ന തലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സത്യവിശ്വാസികളെ വിവിധ ഘട്ടങ്ങളിലായി പരീക്ഷിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അങ്കബൂത്തിലെ 2-3 സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം മനുഷ്യർ പരീക്ഷിക്കപ്പെടാതെ വിട്ടേക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുകയാണോ എന്ന്. വലഖദ് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്നവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അപ്പോൾ സത്യസന്ധരാരാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കും, കള്ളന്മാരാരാണ് എന്നും അവൻ വെളിപ്പെടുത്തുമെന്ന്. അപ്പോൾ ഇത്തരം പരീക്ഷണങ്ങളിലൂടെയാണ് ശുദ്ധരും വ്യാജവാദികളുമായി ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ വ്യാജന്മാരായ ആളുകളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്നത് ഇത്തരം പരീക്ഷണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മക്കയിലെ ആദ്യഘട്ടത്തിൽ കപടവിശ്വാസികളെ നമ്മൾ കാണുന്നില്ല. കാരണം അവിടെ ഇസ്ലാം സ്വീകരിക്കുന്നത് പദവിയോ ലാഭമോ നേടാൻ വേണ്ടിയല്ല. പീഡനങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളുമാണ് ആ മക്ക കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നത്. എന്നാൽ മദീനയിൽ പിന്നീട് ഇസ്ലാം ശക്തിപ്പെട്ടപ്പോഴാണ് കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ രംഗപ്രവേശനം ചെയ്തത്. മക്കയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചത്, നമുക്ക് വലിയ പാഠം നൽകുന്ന ഒരു സന്ദേശമുള്ളത്, ബഹുദൈവാരാധകരായ മക്കയിലെ ഖുറൈശികൾ അവർ വിവിധ തരത്തിലുള്ള പീഡനങ്ങളിലൂടെ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവരാണ്. എന്നാൽ സംഭവിച്ചത് അതിൻ്റെ വിപരീതമായിരുന്നു. അവർ മുമ്പോട്ട് കൊണ്ടുവന്ന പീഡനങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് സഹായകരമാവുകയാണ് ചെയ്തത്. അവർ മുസ്ലിങ്ങളോട് ചെയ്ത മൃഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നല്ലവരായ ചില ആളുകളുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളോടുള്ള കരുണയും ആദരവും വളർത്താൻ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായി പല രൂപത്തിലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സഹായിക്കാൻ രംഗത്തിറങ്ങി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിൽ പോലും ഈ സംഭവ വികാസത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ അബൂജഹൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അപമാനിച്ചു എന്നറിഞ്ഞപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു കാബാലയത്തിലേക്ക് കയറി വന്നുകൊണ്ട് അബൂജഹലിൻ്റെ തലയിൽ വളരെ ശക്തമായി അടിച്ചുകൊണ്ട് പറഞ്ഞു, നീ മുഹമ്മദിനെ ചീത്ത പറയുകയാണോ? ഞാൻ മുഹമ്മദിൻ്റെ മതത്തിലാണുള്ളത്, മുഹമ്മദ് പറയുന്നതാണ് എനിക്കും പറയാനുള്ളത് എന്ന് ഉറക്കെ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ സഹോദരങ്ങളെ, ശത്രുക്കൾ ഇസ്ലാമിനെ നശിപ്പിക്കാനായി നടത്തിയ ശ്രമങ്ങൾ പോലും അവസാനം
ഇസ്ലാമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് വഴിമാറിപ്പോയത്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതുപോലെ തന്നെയായിരുന്നു ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഇസ്ലാം സ്വീകരിച്ചത്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരിയുടെ വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അവിടെ ആ സഹോദരി ഖുർആൻ പാരായണം ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അദ്ദേഹം മർദ്ദിച്ചു. ആ മർദ്ദനം തടയാൻ വന്ന സഹോദരിയെയും അദ്ദേഹം മർദ്ദിച്ചു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ഖേദമുണ്ടായി. യാഥാർത്ഥ്യം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു താല്പര്യം ഈ സംഭവത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രകടമാകുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ദാറുൽ അർക്കമിൽ ഇരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി അവിടെ പ്രവാചകൻ്റെ മുമ്പിൽ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ കേട്ട സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം മാറി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായി ചരിത്രം രേഖപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു ഇത്. സഹോദരങ്ങളെ, അങ്ങനെ മക്കയിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമേണ വർദ്ധിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് ഒരുമിച്ച് കൂടാനും മതപരമായ കാര്യങ്ങൾ പഠിക്കാനും അതെല്ലാം ചർച്ച ചെയ്യാനും ഒരു സുരക്ഷിതമായ കേന്ദ്രം ആവശ്യമായി വന്നു. അതിനുവേണ്ടി പ്രവാചകൻ തിരഞ്ഞെടുത്തത് അർക്കം ഇബ്നു അബിൽ അർക്കം അൽ മഖ്സൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് തന്നെയായിരുന്നു. പ്രവാചകത്വത്തിൻ്റെ 5-ാം വർഷത്തിൽ തന്നെ ഈ വീട് പ്രബോധനത്തിൻ്റെ ഒരു കേന്ദ്രമായി പ്രവാചകൻ സ്വീകരിച്ചു. അതൊരു സാധാരണ വീട് മാത്രമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ആദ്യകാല പരിശീലന കേന്ദ്രമായിരുന്നു അത്. മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുകയും അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥലം, വിശ്വാസികളുടെ ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു ആത്മീയ കേന്ദ്രം. അവിടെ തന്നെയാണ് വിശ്വാസികളുടെ സാഹോദര്യവും വ്യക്തിത്വവുമൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ പ്രവാചകൻ തിരഞ്ഞെടുത്ത സ്ഥലം. എന്നാൽ സഹോദരങ്ങളെ, മക്കയിലെ പ്രവാചകൻ്റെ ശത്രുക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിതെറ്റിക്കാൻ മറ്റൊരു മാർഗം പരീക്ഷിക്കാൻ നോക്കി. പീഡനങ്ങൾ കൊണ്ട് ഇസ്ലാമിനെ തടയാൻ കഴിയാത്തപ്പോൾ അവർ ഒരു സമവായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിർദ്ദേശിച്ചു. ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയെ തവാഫ് ചെയ്യുന്നതിനിടെ മക്കയിലെ ചില പ്രധാനികളായ ആളുകൾ വലീദ് ബിൻ മുഗീറ, അസദ് ബിൻ അൽ മുത്തലിബ്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ആസ് ബിൻ വായിൽ, അങ്ങനെ മക്കയിലെ പ്രധാനികളായ ഇത്തരം ആളുകൾ പ്രവാചകൻ്റെ അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, ഞങ്ങൾ ആരാധിക്കുന്നതിന് നീയും ആരാധിക്കണം, നീ ആരാധിക്കുന്നതിന് ഞങ്ങളും ആരാധിക്കാം. നിൻ്റെ ആരാധനയാണ് മികച്ചതെങ്കിൽ അതിൻ്റെ വിഹിതം ഞങ്ങൾക്ക് ലഭിക്കട്ടെ, ഇനി ഞങ്ങളുടെ ആരാധനയാണ് മികച്ചതെങ്കിൽ അതിൻ്റെ വിഹിതം നിനക്കും ലഭിക്കട്ടെ എന്ന്. സത്യവും അസത്യവും തമ്മിൽ ഒരു ഇടനില ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമം യഥാർത്ഥത്തിൽ പാളിപ്പോയി. അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായം അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മുമ്പാകെ പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകനോട് പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയുക, അല്ലയോ അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല, വലാ അന ആബിദും മാ അബത്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. സഹോദരങ്ങളെ, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം അവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചത്. ചില സന്ദർഭങ്ങളിൽ ഖുറൈശികളായ പ്രവാചകൻ്റെ എതിരാളികൾ അവർ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് ഏതൊരു നിലപാടിലാണ് നിലകൊള്ളുന്നത് അതിൽ തന്നെ അവനെ വിട്ടേക്കുന്നതാണ് നല്ലത്. അവരുടെ ലക്ഷ്യം പ്രവാചകൻ്റെ ആദർശം അംഗീകരിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് പരസ്പരം ഒരു യോജിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു വഴിയായിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഉപായം അവർ സ്വീകരിച്ചത്. എന്നാൽ മരണാനന്തര ജീവിതത്തിലെ വിജയവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യത്തിൽ ഈ രൂപത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് പ്രവാചകൻ നിന്നുകൊടുത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനിലൂടെ വളരെ ശക്തമായി ആ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഖുർആനിലെ 68-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖലമിലെ 5 മുതൽ 9 വരെയുള്ള സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുകയാണ്, ഫസതുബ്സിറു വയുബ്സിറൂൻ, ആകയാൽ വഴിയെ നീ കണ്ടറിയും, അവരും കണ്ടറിയും, ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിൽ അകപ്പെട്ടവനെന്ന്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയവരെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ്, സന്മാർഗം പ്രാപിച്ചവരെക്കുറിച്ചും അവൻ നന്നായി അറിയുന്നവനാണ്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, അതിനാൽ
കള്ളം പറയുന്നവരെ നീ അനുസരിക്കരുത്. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, നീ വഴങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്നതാണ് അവരുടെ ആഗ്രഹം എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ ഖുറൈശികൾക്ക് പ്രവാചകൻ പ്രചരിപ്പിക്കുന്ന ആദർശത്തെ നേരിട്ട് തകർക്കാൻ കഴിയാതെ ആയപ്പോൾ അവർ ശ്രമിക്കുന്നത് ഒരു ഒത്തുതീർപ്പിലൂടെ ഇസ്ലാമിനെ ദുർബലപ്പെടുത്താനാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരിക്കലും വഴങ്ങിയില്ല. ഇത്തരം ഓരോ സാഹചര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും പ്രവാചകനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഖുർആൻ അതിനെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഖുർആനിലെ 17-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രായിലെ 74-75 സൂക്തങ്ങളിൽ കാണാം, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമെങ്കിലും ചാഞ്ഞു പോയേനെ. ഇദൻ ലഅദഖ്നാക ലിഅഫൽ ഹയാതി വലിഅഫൽ മമാത്ത്, അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിലും ഇരട്ടി ശിക്ഷയും മരണത്തിലും ഇരട്ടി ശിക്ഷയും നാം നിനക്ക് അനുഭവിപ്പിച്ചേനെ. സുമ്മ ലാ തജിദു ലക അലൈനാ നസീറ, പിന്നീട് നമുക്കെതിരെ നിന്നെ സഹായിക്കാൻ ആരെയും നീ കണ്ടെത്തുകയില്ല എന്ന്. ഇതിലൂടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനെ എത്രത്തോളം കാത്തു സൂക്ഷിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ മക്കയിൽ ദുർബലരായ വിശ്വാസികളുടെ മേൽ പീഡനങ്ങൾ ശക്തമായി തുടരുകയായിരുന്നു. ആ കഠിനമായ അവസ്ഥയിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് അവർ സഹായം അഭ്യർത്ഥിച്ചു. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മുൻകാല വിശ്വാസികളുടെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ മാർഗത്തിൽ നടന്നവർ അവർ എന്തുമാത്രം പരീക്ഷണങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് അവരെ പ്രവാചകൻ ഓർമ്മിപ്പിച്ചു. ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ നബി വചനത്തിൽ കാണാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅബയുടെ തണലിൽ ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ശാരീരിക പരാതികളുമായി ഞങ്ങൾ പ്രവാചകൻ്റെ അടുക്കലേക്ക് ചെന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില ആളുകൾക്ക് വേണ്ടി ഭൂമിയിൽ കുഴികൾ കുഴിക്കപ്പെടുമായിരുന്നു. എന്നിട്ട് അവരെ അതിൽ ഇറക്കി നിർത്തുകയും വാളുകൾ കൊണ്ടുവന്ന് അവരുടെ തലയിൽ വെച്ച് ശരീരം 2 ഭാഗമായി മുറിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അതവരെ പിന്മാറാൻ പ്രേരിപ്പിച്ചിട്ടില്ല. ചീർപ്പുകൾ കൊണ്ടുവന്ന് അവരുടെ ശരീരത്തിലെ മാംസവും എല്ലും വേറെ വേറെ ചീകിയെടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തങ്ങളുടെ മതത്തിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല. അള്ളാഹുവാണ് സത്യം. സൻആയിൽ നിന്നും ഹദർമൗത്ത് വരെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആടിനെ ചെന്നായ പിടികൂടുമെന്ന ഭയമല്ലാതെ മറ്റൊരു ഭയവുമില്ലാത്ത ഒരു രൂപത്തിൽ ഒരു വ്യക്തി സഞ്ചരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്ന്. ഇതാണ് പ്രവാചകൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശം. പ്രവാചകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സഹാബികൾക്ക് മനസ്സിൽ വലിയ ധൈര്യം ലഭിച്ചു. അവർ സംതൃപ്തരായി. അവർ സമാധാനത്തോടുകൂടി പരീക്ഷണങ്ങൾ ക്ഷമിക്കുവാനുള്ള ഉറച്ച മനസ്സോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞുപോയി. സഹോദരങ്ങളെ, മക്കയിലെ ശക്തരും പ്രമാണിമാരുമായ ആളുകൾ അവരുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ദുർബലരായ മുസ്ലിങ്ങളുടെ മേൽ പീഡനങ്ങൾ ശക്തമാക്കി. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണുമ്പോൾ ശത്രുവിൻ്റെയും മിത്രത്തിൻ്റെയും ഹൃദയങ്ങളിൽ ഒരുപോലെ ഒരു ബഹുമാനവും ആദരവും തോന്നുമായിരുന്നു. പ്രവാചകൻ്റെ വ്യക്തിത്വം അത്രമാത്രം മഹത്തരമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരവോടെയും ബഹുമാനത്തോടെയും തന്നെയായിരുന്നു അഭിമുഖീകരിച്ചിരുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ ശക്തമായ സംരക്ഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്നു എന്നതാണ് ആ കാരണം. അതുകൊണ്ട് തന്നെ തുറന്ന രീതിയിൽ പ്രവാചകനെ ആക്രമിക്കാൻ പലർക്കും മനപ്രയാസമുണ്ടായിരുന്നു. എന്നാൽ അതിനർത്ഥം അവർ പരിപൂർണമായി നിശബ്ദരായിരുന്നു എന്നല്ല. ഖുറൈശികളിലെ നേതാക്കന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും വളരെ മോശമായ രൂപത്തിൽ തന്നെ അപമാനിക്കുകയും അവരോട് വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് എന്ന മഹത്തരമായ പേരിനു പകരം അവർ അള്ളാഹുവിൻ്റെ പ്രവാചകനെ മുദമ്മം അഥവാ ആക്ഷേപാർഹൻ എന്ന പേരിൽ വിളിക്കാൻ തുടങ്ങി. ഇത് അവർക്ക് പ്രവാചകനോടുള്ള വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഒരു തെളിവായിരുന്നു. പ്രവാചകൻ്റെ പിതൃവ്യനായ അബൂലഹബ് പ്രവാചകൻ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ
പ്രത്യേകമായി മുന്നിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എവിടെയെങ്കിലും പോകുന്നുവെങ്കിൽ അബൂലഹബും അവിടേക്കെല്ലാം പുറകെ പോകും. അങ്ങാടികളിലും ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ദീൻ പ്രബോധനം ചെയ്യുമ്പോൾ അയാളും ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യാജനായിക്കൊണ്ട് ചിത്രീകരിക്കും. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ജാഹിലിയ കാലഘട്ടത്തിൽ പ്രശസ്തമായിരുന്ന അൽ വിജന്ന എന്ന ചന്തയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, നിങ്ങൾ വിജയിക്കും. അന്നേരം ആ ജനങ്ങൾ പ്രവാചകൻ്റെ തുടർന്നുള്ള ആ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കും. എന്നാൽ അതേ സമയത്ത് അബൂലഹബ് അതേ ജനങ്ങളോട് വിളിച്ചു പറയും, ജനങ്ങളെ, അവൻ വ്യാജനാണ്, അവൻ മതം മാറിയവനാണ് എന്ന്. ഇങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും പോയാൽ അവിടെയെല്ലാം അബൂലഹബും പിന്നാലെ പോകുമായിരുന്നു എന്നർത്ഥം. അബൂലഹബിൻ്റെ മകനായ ഉത്ബത്ത് ബിൻ അബീ ലഹബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായി ഉപദ്രവിച്ച മറ്റൊരു വ്യക്തിയാണ്. ഒരിക്കൽ അയാൾ പ്രവാചകൻ്റെ വസ്ത്രം കീറി പ്രവാചകനെ അപമാനിച്ചു. ഈ സംഭവത്തിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പിന്നീട് ഷാമിലേക്കുള്ള ഒരു യാത്രക്കിടയിൽ ആ വ്യക്തിയെ ഒരു സിംഹം പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളത്. ഇതുപോലെ തന്നെ ഉമയ്യത്ത് ബിൻ ഖലഫ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ ഉടനെ തന്നെ കുത്തിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള ആളുകളെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ മുന്നറിയിപ്പ് പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയത്. ഖുർആനിലെ 104-ാമത്തെ അധ്യായം, അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്നവനും അവഹേളിക്കുന്നവനുമായ ഓരോരുത്തർക്കും നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ധനം ശേഖരിച്ച് അത് എണ്ണി നോക്കിക്കൊണ്ടിരിക്കുന്നവൻ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, അവൻ്റെ ധനം അവനെ ശാശ്വത ജീവിതത്തിലേക്ക് എത്തിക്കും എന്നാണ് അവൻ കരുതുന്നത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്തമ, അല്ല, അവൻ ഹുത്തമയിൽ എറിയപ്പെടുന്നവനാണ്. വമാ അദ്റാക മൽ ഹുത്തമ, ഹുത്തമ എന്നാൽ എന്താണ് എന്ന് നിനക്കറിയാമോ? നാറുല്ലാഹിൽ മൂഖദ, അത് അള്ളാഹുവിൻ്റെ ജ്വലിക്കുന്ന അഗ്നിയാണ്. അല്ലത്തി തത്തലി അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് കുത്തിപ്പടരുന്ന അഗ്നിയാണ്. ഇന്നഹ അലൈഹിം മുഹ്സദ, അത് അവരുടെ മേൽ അടച്ചുമൂടപ്പെടുന്നതായിരിക്കും. ഫി അമദിൻ മുമദ്ദദ, നീട്ടി ഉണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട് എന്ന്. സഹോദരങ്ങളെ, മക്കയിലെ ചില ബഹുദൈവ വിശ്വാസികൾ അവർ പ്രവാചകനെ പരിഹാസവും ആക്ഷേപവും കൊണ്ടാണ് നേരിട്ടത്. അവരിൽ ഒരാളായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ സഹോദരനായ ഉബയ്യ് ബിൻ ഖലഫ്. ഒരിക്കൽ അയാളുടെ കയ്യിൽ ഒരു ജീർണിച്ച എല്ലിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലെത്തി. എന്നിട്ട് ആ എല്ലെടുത്ത് അതിനെ തൻ്റെ കൈകൊണ്ട് പൊടിച്ചു പ്രവാചകൻ്റെ മുഖത്തേക്ക് എന്നിട്ട് കാണിച്ചുകൊണ്ട് പരിഹാസത്തോടു കൂടി ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, ഇങ്ങനെ ദ്രവിച്ചുപോയ ഈ എല്ലുകൾ വീണ്ടും അള്ളാഹു ജീവൻ നൽകും എന്നാണോ നീ വാദിക്കുന്നത്? ഇതും പറഞ്ഞുകൊണ്ട് ആ എല്ല് പ്രവാചകൻ്റെ നേരെ അയാൾ വീശി. അന്നേരം പ്രവാചകൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറഞ്ഞു, അതെ, ഞാൻ അതുതന്നെയാണ് പറയുന്നത്. ഇതുപോലെ ദുർബലപ്പെട്ടതിന് ശേഷം അള്ളാഹു നിന്നെയും ഉയർത്തിയെഴുന്നേൽപ്പിക്കും, പിന്നീട് നിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന്. സഹോദരങ്ങളെ, ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 78 മുതൽ 83 വരെയുള്ള സൂക്തങ്ങൾ അവതരിപ്പിച്ചത്. വളറബ ലനാ മസലൻ വനസിയ ഖൽഖ, അവൻ നമുക്കൊരു ഉപമ എടുത്തു കാണിക്കുന്നു, എന്നാൽ തന്നെ സൃഷ്ടിച്ചതിനെ അവൻ മറന്നു കളയുകയും ചെയ്യുന്നു. ഖാല മൻ യുഹ്യിൽ ഇലാമ വഹിയ റമീം, അവൻ ചോദിക്കുന്നു, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവക്ക് ജീവൻ നൽകുന്നത് എന്ന്. ഖുൽ യുഹ്യിഹല്ലദീ അൻശഅ അവ്വല മറ, പറയണം, ആദ്യമായി അവയെ സൃഷ്ടിച്ചവൻ തന്നെയാണ് അവക്ക് വീണ്ടും ജീവൻ നൽകുന്നത് എന്ന്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെയും നന്നായി അറിയുന്നവനാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ളരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവൻ അവനത്രേ, അതിൽ നിന്നാണ് നിങ്ങൾ തീ കത്തിക്കുന്നത്. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുക മിസ്ലഹും, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് ഇവരെപ്പോലുള്ളവരെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവില്ല എന്നാണോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, അതെ, അവൻ സർവവും സൃഷ്ടിക്കുന്നവൻ, എല്ലാം അറിയുന്നവനുമാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ,
അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകുക എന്ന് പറയുക മാത്രമാണ് അവൻ്റെ കാര്യം. അപ്പോൾ അതുണ്ടാകുന്നു. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വ ഇലൈഹി തുർജഊൻ. എല്ലാ കാര്യങ്ങളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണോ, നിങ്ങൾ മടക്കപ്പെടുന്നത് ആരുടെ അടുക്കലേക്കാണോ, അവൻ എത്ര പരിശുദ്ധൻ. സഹോദരങ്ങളെ, തൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം മറക്കുമ്പോഴാണ് മനുഷ്യൻ പലപ്പോഴും അഹങ്കാരിയായി മാറുന്നത്. ദൈവത്തിന് ആദ്യമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടത്താൻ ദൈവത്തിന് സാധിക്കില്ല എന്നൊരു മനുഷ്യന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് ഖുർആൻ മനുഷ്യനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. സൃഷ്ടിപ്പ് നടത്തുന്നതും ജീവൻ നൽകുന്നതും മരണത്തിന് ശേഷം വീണ്ടും ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നതും ഒരേ ഒരു സൃഷ്ടാവായ അള്ളാഹുവാണ് എന്നർത്ഥം. ഈ വിശ്വാസം രൂഢമായി ഉള്ളതുകൊണ്ടാണ് മക്കയിലെ കഠിനമായ പരീക്ഷണങ്ങൾക്കിടയിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തളരാതിരുന്നത്. പരിഹാസവും ആക്ഷേപവും പീഡനങ്ങളും ഇതെല്ലാം വന്നിട്ടും പ്രവാചകത്വ ദൗത്യം അദ്ദേഹം നിർത്തിയില്ല. അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസവും ക്ഷമയും ഇതെല്ലാം കൈമുതലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരാളികളുടെ എല്ലാ എതിർപ്പുകളും വളരെ ഭംഗിയായി അദ്ദേഹം അതിജീവിച്ചു. സഹോദരങ്ങളെ, സത്യപ്രബോധനത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവയെ ക്ഷമയോടെ സർവ്വതും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അതിനെയെല്ലാം നേരിടാൻ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ ദൈവം അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.